മുറപ്പെണ്ണ്. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 47. ഷടാ, ഇതിപ്പോൾ എന്തിനാ എൻ്റെ അമ്മ കരയുന്നേ? ഞാനിപ്പോൾ കല്യാണത്തിന് സമ്മതിച്ചില്ലേ? ഇനി ഈ കണ്ണുകൾ നിറയ്ക്കരുത് കേട്ടോ. ചുമ്മുവിനത് ഇഷ്ടമല്ല. അവരുടെ കവളിൽ പടർന്ന കണ്ണുനീർ അവർ തുടച്ചു കൊടുത്തു. സന്തോഷം കൊണ്ടാ. അത് പറയുമ്പോൾ സാവിത്രിയിൽ കരച്ചിലും ചിരിയും ഒരുപോലെ വന്നിരുന്നു. സന്തോഷം കൊണ്ടാണേ പോലും എൻ്റെ അമ്മക്കുട്ടി കരയുന്നത് എനിക്ക് സഹിക്കില്ല. അവൾ അവർക്ക് നേരെ കണ്ണു ചിമ്മി. ഇല്ല, കരയില്ല. ഇനി ഒരിക്കലും അമ്മ കരയില്ല. സാരിത്തുമ്പുകൊണ്ട് വീണ്ടും മുഖാമർത്തി തുടയ്ക്കുമ്പോൾ അവർ പ്രതിജ്ഞ പോലെ ആ വാക്കുകൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. എങ്കിൽ വേഗം വാ, ഭയങ്കര വിശപ്പ്. കഴിച്ചിട്ടേ എനിക്ക് ഓഫീസിൽ പോകേണ്ടതാ. ചുമ്മു ബെഡിൽ നിന്ന് എഴുന്നേറ്റു. മോളെ, എനിക്കൊരു കാര്യം കൂടെ അറിയാനുണ്ട്. സാവിത്രി എഴുന്നേറ്റ് അവളുടെ നേരെ തിരിഞ്ഞു. എന്താ അമ്മേ? അത് പിന്നെ, കണ്ണനോട് നിനക്കിപ്പോൾ ദേഷ്യമൊന്നുമില്ലല്ലോ അല്ലേ? അവരുടെ കൈകൾ രണ്ടും ചുമ്മുവിൻ്റേതുമായി കൊരുത്തു പിടിച്ചു. ഏയ്, എനിക്കിപ്പോൾ ദേഷ്യമൊന്നുമില്ല. ഉള്ളിലുള്ള അനിഷ്ടം അവൾ പുറത്തു കാട്ടിയില്ല. അവൻ പാവാ മോളെ. പഴയതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് അവനോട് നീ പെരുമാറരുത്. പണ്ടത്തേതുപോലെയല്ല. നിന്റെ ഭർത്താവാകാൻ പോകുന്ന ആളാണ്. ആ ഓർമ്മ നിനക്കെപ്പോഴും ഉണ്ടാവണം. അവർ ചുമ്മുവിനെ സ്നേഹത്തോടെ ശാസിച്ചു. ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മേ, അവൾ ഉറപ്പു നൽകി. എനിക്കിപ്പോഴാണ് സമാധാനമായേ. നാളെ ഞാനില്ലേലും എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞ് സന്തോഷമായിട്ടുണ്ടാവുമല്ലോ എന്നോർത്തുള്ള സമാധാനം എനിക്കിപ്പോൾ ഉണ്ട്. അവർ നിറഞ്ഞു വരുന്ന കണ്ണുകളെ വീണ്ടും തുടച്ചിട്ട് ചുമ്മുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. ഇരിക്ക്, അമ്മ വിളമ്പിത്തരാം. ഡൈനിങ് റൂമിലേക്ക് ചെന്നപ്പോഴേക്കും സാവിത്രി അവളെ പിടിച്ച് കസേരയിലേക്ക് ഇരുത്തിയിരുന്നു. കഴിക്കും മോളെ. ഒരു പാത്രത്തിലേക്ക് പ്രാതൽ വിളമ്പി മകൾക്ക് മുൻപിലേക്ക് അവർ എടുത്തു വെച്ചു കൊടുത്തു. ഒന്ന് മൂളിക്കൊണ്ട് ഭക്ഷണം കഴിക്കുവാനായി തുടങ്ങിയപ്പോഴാണ് പങ്കുവും കണ്ണനും കൂടി അങ്ങോട്ടേക്ക് എത്തിയത്. ആഹാ, നീ എന്നെ കൂട്ടാൻ തുടങ്ങിയോ? പങ്കു അവൾക്കരികിൽ കിടന്ന ഒരു കസേര വലിച്ചിട്ട് അതിലേക്കിരുന്നു. അവളെ ഞാനാ പങ്കു പിടിച്ചിരുത്തിയേ. നീ ഇരിക്ക്, അമ്മായി വിളമ്പിത്തരാം. അപ്പോഴേക്കും സാവിത്രി കണ്ണനും പങ്കുവിനുമായി ഭക്ഷണം വിളമ്പിക്കൊടുത്തിരുന്നു. ഇന്ന് എന്തു പറ്റി? അമ്മായി ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്തേ, വല്ല ലോട്ടറി അടിച്ചോ? കഴിക്കുന്നതിനിടയിൽ പങ്കു തിരക്കി. ആ, ഒരു വലിയ ലോട്ടറി തന്നെ അടിച്ചു. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ. അവർ ചിരിച്ചുകൊണ്ട് എല്ലാവരുടെയും ഗ്ലാസ്സുകളിൽ വിരലെണ്ണം നിറച്ചു കൊടുത്തു. ആഹാ, ഇതൊക്കെ എപ്പോൾ? ഇന്നലെ രാത്രി വരെ അടിച്ചിട്ടില്ലായിരുന്നല്ലോ. പങ്കുവിന് ചോദിക്കാതിരിക്കാനായില്ല. ഇന്ന് രാവിലെ ദേ ഇപ്പോൾ അടിച്ചതേ ഉള്ളൂ. അവർ സന്തോഷം കൊണ്ട് ഇത്തിരി ഉച്ചത്തിൽ തന്നെ ചിരിച്ചു. എന്താ അമ്മായി, എന്താ കാര്യം? മാധവ് പൊടുന്നനെ അവരെ കണ്ണുകൾ ഉയർത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു. മോനെ, ചുമ്മു കല്യാണത്തിന് സമ്മതിച്ചു. നീയുമായിട്ടുള്ള വിവാഹം എൻ്റെ ഇഷ്ടത്തിന് എപ്പോൾ വേണേലും നടത്തിക്കോളാൻ അവൾ എന്നോടിപ്പോൾ വന്നു പറഞ്ഞതേ ഉള്ളൂ. അവർ ചുമ്മുവിൻ്റെ നെറുകയിൽ വാത്സല്യത്തോടെ തഴുകി. ഇതൊക്കെ എപ്പോ? ശരിക്കും? പങ്കു കണ്ണുകൾ വിടർത്തി അടുത്തിരുന്ന് കഴിക്കുന്നവളെ മിഴിച്ചു നോക്കി. എന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് 5-6 ഉമ്മകൾ കൊടുത്തു. താങ്ക്സ് ഡി, എനിക്കൊത്തിരി സന്തോഷമായി. അവൻ ചുമ്മുവിനോട് ഇത്ര നന്ദി പറഞ്ഞിട്ടും മതിവരുന്നില്ലായിരുന്നു. അതേസമയം യാതൊരു ഭാവങ്ങളും മുഖത്ത് കാട്ടാതെ സ്വന്തം ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്ന പെണ്ണിലായിരുന്നു കണ്ണൻ്റെ നോട്ടം അപ്പോൾ പാറി വീണത്. എങ്കിലും അവനൊന്നും ചോദിച്ചില്ല. പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. എടി, എനിക്കൊന്ന് കമ്പനി വരെ ഒന്ന് പോകണം. ഓഫീസിലേക്ക് കുറച്ച് ഫയൽസ് എടുത്തു കൊടുത്ത് വരാനുണ്ട്. നീ ഒറ്റയ്ക്ക് വന്നോളുവോ? പ്രാതൽ കഴിച്ച് കൈ കഴുകുന്നതിനിടയിൽ പിന്നിൽ നിൽക്കുന്നവളോട് പങ്കു തിരക്കി. അതെന്താ നീ ഇന്നലെ എന്നോട് പറയാഞ്ഞേ? അറിഞ്ഞിരുന്നെങ്കിൽ ചേട്ടന്മാരാരുടെയിലും കൂടെ ഞാൻ കയറി പോയേനെയല്ലോ. പെണ്ണ് ചുണ്ടു ചുളുക്കിക്കൊണ്ട് അവനെ ഒട്ടൊരു നീരസത്തോടെ നോക്കി. എൻ്റെ പൊന്നല്ലേ, ചക്കരയല്ലേ,
പറയാൻ പറ്റിയില്ലടി. ഇന്നലെ പറയാൻ പറ്റിയ അല്ലായിരുന്നല്ലോ നമ്മൾ രണ്ടുപേരും. നീ ഇന്നത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യടി. കൈ തുടച്ചിട്ട് ബാഗും എടുത്തുകൊണ്ട് ഉമ്മറത്തേക്ക് ഇറങ്ങുന്നവൻ പിന്നിൽ വരുന്നവളോട് കെഞ്ചി ചോദിച്ചു. ഓ, ഇനി കിടന്ന് മെഴുകണ്ട, ഞാൻ വല്ല ഊബറും പിടിച്ചു പൊയ്ക്കോളാം. സിറ്റ് ഔട്ടിൽ ഇരുന്നു കൊണ്ട് ഷൂവിൻ്റെ ലേസ് കെട്ടുന്നതിനിടയിൽ പെണ്ണ് കെരുവോടെ മുഖം വീർപ്പിച്ചു. താങ്ക്സ് ഡി മുത്തേ. അവൻ തൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അതിൽ കയറി ഇരുന്നു കൊണ്ട് അത് ഇരമ്പിപ്പിച്ചു. അപ്പോഴാണ് കണ്ണൻ എങ്ങോട്ടേക്ക് പോകുവാനായി സിറ്റ് ഔട്ടിലേക്ക് ഒരുങ്ങിയിറങ്ങി ചെന്നത്. അവൻ പങ്കുവിനെയും ചുമ്മുവിനെയും ഒരു നോട്ടം നോക്കിയിട്ട് നേരെ തൻ്റെ കാറിനടുത്തേക്ക് നടന്നു. കണ്ണേട്ടാ, പങ്കു അവനെ പിന്നിൽ നിന്ന് വിളിച്ചു. എന്താ പങ്കു? അനിയൻ്റെ വിളി കേട്ടതും അവൻ തിരിഞ്ഞു നിന്നു. ഏട്ടാ, എനിക്കിന്ന് അത്യാവശ്യമായിട്ട് കമ്പനി വരെ പോകണം. ഏട്ടൻ ഓഫീസ് വരെ ചുമ്മുനെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുമോ? പെട്ടെന്ന് പങ്കു ചാടി കയറി ചോദിച്ചു. കൊണ്ടുപോകാം. മറുപടി അവനോടായിരുന്നെങ്കിലും കണ്ണൻ്റെ നോട്ടം ചുമ്മുവിന് നേർക്കായിരുന്നു. ഞാൻ ക്യാബ് ബുക്ക് ചെയ്ത് പൊയ്ക്കോളാം. ഷൂ കിട്ടിക്കഴിഞ്ഞവൾ ആരെയും ഗൗനിക്കാതെ തൻ്റെ ഫോണിൽ എന്തൊക്കെയോ തോണ്ടിക്കൊണ്ടിരുന്നു. എടി, കണ്ണേട്ടൻ ആ വഴിക്കല്ലേ പോണത്. നീ ക്യാബൊക്കെ ബുക്ക് ചെയ്ത് പോകുമ്പോഴേക്കും ഓഫീസിൽ ചെല്ലാൻ വൈകും. പങ്കു അവളെ നിർബന്ധിച്ചു. ആ സാരമില്ല, ഞാൻ ക്യാബിലേ പോവൂ. പെണ്ണ് പങ്കുവിനെ നോക്കി കണ്ണുരുട്ടി. അതെന്താ ചുമ്മു നീ ഇങ്ങനെ പറയുന്നേ? കണ്ണമ്മോൻ എന്തായാലും അതുവഴിയല്ലേ പോണത്. നിനക്ക് മോൻ്റെ കൂടെ പൊയ്ക്കൂടെ? അവരെ യാത്രയാക്കാൻ വേണ്ടി ഉമ്മറത്തേക്ക് ഇറങ്ങി വന്ന സാവിത്രിയുടേതായിരുന്നു ആ ചോദ്യം. അത് പിന്നെ അവൾ അമ്മയുടെ മുന്നിൽ നിന്ന് പരിങ്ങി കളിച്ചു. ഇനി നീ ഇപ്പോൾ ഒന്നും പറയണ്ട, വേഗം കണ്ണൻ്റെ കാറിൽ കയറി പോകാൻ നോക്ക്. അവർ നിർദ്ദേശിച്ചതും ചുമ്മു മനസ്സില്ലാ മനസ്സോടെ തലയാട്ടിക്കൊണ്ട് കാറിൻ്റെ അരികിലേക്ക് നടന്നു. അപ്പോഴേക്കും മാധവ് വണ്ടി തിരിച്ച് അവളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടിരുന്നു. ചുമ്മു കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്ന ഡോറടച്ചതും കണ്ണൻ തൻ്റെ വണ്ടിയെ മുന്നോട്ടേക്ക് പായിച്ചു. കമ്പനിയിലേക്ക് പോകുവാണെന്ന് പെണ്ണോട് കളവാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ണേട്ടൻ അവളെ കൂടെ കൊണ്ടുപോയിപ്പിക്കുന്നുള്ള ഉറപ്പിന്മേലാണ് ഇത്രയൊക്കെ ചെയ്തത്. ഈശ്വരാ, ഇങ്ങനെയും രണ്ടും ഒന്ന് സെറ്റായാൽ മതിയായിരുന്നു. അവരുടെ കാറിന് പിന്നാലെ പോകുമ്പോൾ പങ്കുവിൻ്റെ പ്രാർത്ഥന അതുമാത്രമായിരുന്നു. അതേസമയം മാധവനെ ഒട്ടും ഗൗനിക്കാതെ പുറത്തേക്ക് ദൃശ്യങ്ങളിലേക്ക് കണ്ണും പായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ചുമ്മു. ഡി. ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ കണ്ണൻ പൊടുന്നനെ അവളെ വിളിച്ചു. അവൾ വിളി കേട്ടില്ല. പകരം ചുമ്മു തല തിരിച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കി. നീ എന്തിനാ മാമിയോട് അങ്ങനെയൊക്കെ പറഞ്ഞേ? മാധവ് തീർത്തും ഗൗരവത്തിലായിരുന്നു ആ ചോദ്യം ചോദിച്ചത്. എങ്ങനെ പറഞ്ഞു എന്ന്? ചുമ്മുവിൻ്റെ നെറ്റി സംശയത്താൽ ചുളിഞ്ഞു. സാവിത്രി മാമി തീരുമാനിക്കുന്ന ഡേറ്റിൽ നമ്മുടെ കല്യാണം നടക്കുമെന്ന്. എങ്ങനെയും വിവാഹം മുടക്കണമെന്ന് പറഞ്ഞ് ശബ്ദം ചെയ്ത് നടക്കുമല്ലായിരുന്നോ നീ? എന്ത് പറ്റി പെട്ടെന്നൊരു മനംമാറ്റം? മേലേടത്തെ പെൺപുലി പെട്ടെന്നങ്ങ് തോൽവി സമ്മതിക്കാൻ വഴിയില്ലല്ലോ. അവൻ്റെ കൈവിരലുകൾ വെറുതെയെങ്കിലും സ്റ്റിയറിങ്ങിൽ താളം പിടിച്ചു. അപ്പം അറിയാം ഞാൻ അത്ര പെട്ടെന്നൊന്നും തോൽവി സമ്മതിക്കില്ലെന്ന് അല്ലേ? അവളൊന്ന് ആക്കി ചിരിച്ചുകൊണ്ട് വീണ്ടും നോട്ടം വിൻഡോസ് ഗ്ലാസ്സിൽ കൂടി പുറത്തേക്കാക്കി. ഏയ്, അത്ര പെട്ടെന്നൊന്നും തോൽവി സമ്മതിക്കില്ല. പക്ഷേ ഒരിക്കൽ നീ തോക്കും എന്നറിയാം. അവനൊരു പ്രത്യേക ടോണിൽ പറഞ്ഞു. ഓ, വരവ് വെച്ചിരിക്കുന്നു. ചുമ്മു അവനെ ഉറ്റുനോക്കി. അല്ല, മേലെടുത്ത് വേദനാരായണി കാരണം പറഞ്ഞില്ല. അവൻ വീണ്ടും ചോദ്യം ആവർത്തിച്ചു. എല്ലാ കാരണങ്ങളും നിങ്ങളെ ബോധിപ്പിക്കണമെന്ന് വല്ല നിയമമുണ്ടോ? അവൾ ചോദിച്ചു. ഏയ്, ഒട്ടുമില്ല. പക്ഷേ ഇതിൽ ഞാൻ കൂടെ ഉൾപ്പെട്ടിട്ടുള്ളത് കാരണം അറിയാനൊരു ചെറിയ ആഗ്രഹം, അത്രയേ ഉള്ളൂ. അവൻ വീണ്ടും ശ്രദ്ധ റോഡിലേക്കാക്കി. എന്താണേലും നിങ്ങളെ കെട്ടേണ്ടി വരും. അല്ലാതെ പുറത്തുനിന്ന് എന്നെ കെട്ടാനൊരു രാജകുമാരൻ വരുമെന്ന് എനിക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് വീട്ടുകാരുടെ വായടപ്പിക്കാൻ നിങ്ങളെ തന്നെ ഞാൻ കെട്ടാമെന്ന് കരുതി. പിന്നെ ഗുണം എന്താന്ന് വെച്ചാൽ നേരത്തെ കല്യാണം കഴിച്ചാൽ നേരത്തെ നമുക്ക് ഡിവോഴ്സ് വാങ്ങാം, അത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലും അറിയണോ?
മേലെടുത്ത് മാധവ് കൃഷ്ണയ്ക്ക്. ചുമ്മു അവനെ നോക്കി പുച്ഛിച്ചു വിട്ടു. ഡിവോഴ്സോ? അവൾ പറഞ്ഞത് കേട്ട ആഘാതത്തിൽ കണ്ണൻ്റെ കണ്ണ് മിഴിഞ്ഞു വന്നു. അവൻ പെട്ടെന്ന് തൻ്റെ വണ്ടി റോഡ് സൈഡിലേക്ക് മാറ്റി നിർത്തി. എന്തേ, CI സാറ് ഡിവോഴ്സ് എന്നൊക്കെ ആദ്യമായിട്ടാണോ കേൾക്കുന്നേ? അവൾക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അത്രത്തോളം ഞെട്ടല്ലായിരുന്നു ചുമ്മു പറഞ്ഞ കാര്യങ്ങൾ കേട്ട കണ്ണൻ്റെ മുഖത്ത് പിരിഞ്ഞത്. അമർത്തിയൊന്ന് മൂളിക്കൊണ്ട് വണ്ടി മുന്നോട്ടേക്കെടുത്ത മാധവിൻ്റെ മനസ്സിൽ അപ്പോൾ പല പദ്ധതികളും തയ്യാറാവുകയായിരുന്നു. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ. സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെങ്കിലേ അഭിപ്രായം എഴുതി അറിയിക്കാൻ മറക്കരുത്. സമയമുണ്ടെങ്കിൽ ഒരു പാട്ട് വൈകിട്ട് കൂടെ തരാം. അപ്പോൾ ബൈ ബൈ.